ASU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയെ കണ്ട ശേഷം KSU അധ്യക്ഷൻ മാധ്യമങ്ങളെ കാണുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. പ്ലീഡർ നിയമനത്തിൽ അതൃപ്തിയുണ്ടായിരുന്നു KSUവിന്. അത് മുഖ്യമന്ത്രിയെ ധരിപ്പിച്ചോ എന്നറിയണം. ഏതാണ്ട് 20 മിനിറ്റോളം കൂടിക്കാഴ്ച നീണ്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഗോപാൽ ശീലാസനൽ അവിടെ നിന്നുണ്ട്. ഗോപാൽ, കൂടിക്കാഴ്ച പൂർത്തിയായിരിക്കുന്നു. ഇനി അറിയേണ്ടത് മഞ്ഞുരുകിയോ? KSUവിന്റെ പരാതിയോട് മുഖം തിരിച്ചിരുന്നു മുഖ്യമന്ത്രി. പക്ഷേ അവരുടെ പരാതി ഇപ്പോൾ കേൾക്കാൻ തയ്യാറായിരിക്കുന്നു എന്നുള്ളതാണ്. അതെ, തീർച്ചയായിട്ടും വിനീത, ആ മഞ്ഞുരുകിയോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ബാക്കിയായി നിലനിൽക്കുന്നത്. വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട KSUവിനുണ്ടായ അതൃപ്തി, ആ അതൃപ്തി പല തരത്തിലായി KSUവിന്റെ സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവ്യർ അടക്കമുള്ളവർ പ്രകടിപ്പിക്കുകയുണ്ടായി. പിന്നാലെ ആ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ KSUവിനെ പറ്റിയുണ്ടായ ഒരു പരാമർശം, അത് ചെറിയ തോതിലൊന്നുമല്ല KSU നേതൃത്വത്തെ ചൊടിപ്പിച്ചത്. എന്നാൽ ഈ പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം തന്നെ രൂക്ഷമാകുന്നത് എറണാകുളത്ത് തേവര സേക്രഡ് ഹാർട്ട് കോളേജിൽ വെച്ച് നടന്ന ഒരു പൂർവ്വ സംഘവുമായി ബന്ധപ്പെട്ട പരിപാടിയിലാണ്. അന്ന് പരസ്പരം മുഖം തിരിച്ച ഇരുവരും മാറി നിൽക്കുന്നത് വലിയ തരത്തിൽ, ആ ദൃശ്യങ്ങളടക്കം വലിയ തരത്തിൽ ചർച്ചയായി. അതിനുശേഷം അലോഷ്യസ് സേവ്യർ ഇതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്ന അദ്ദേഹത്തിൻ്റെതായി വന്ന പ്രതികരണം ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമുക്ക് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അലോഷ്യസ് പുറത്തേക്ക് വരുന്നത് കാണാൻ സാധിക്കും. അലോഷ്യസും സംസ്ഥാന അടക്കമുള്ളവരേക്ക് വരുന്നത് ഏതാണ്ട് അരമണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ചയായിരുന്നു. തൻ്റെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ, പ്രധാനപ്പെട്ട നിലപാടുകളെല്ലാം തന്നെ മുഖ്യമന്ത്രിക്ക് മുൻപിൽ KSU സംസ്ഥാന അധ്യക്ഷനും KSU നേതൃത്വവും ബോധിപ്പിച്ചു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് നമുക്ക് ഒന്ന് കടക്കാവുന്നതാണെന്ന് തോന്നുന്നു. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അലോഷ്യസ് സേവ്യർ മാധ്യമങ്ങളെ കാണുകയാണ്. മഞ്ഞുരുകിയോ? അലോഷ്യസ് സേവ്യർ തന്നെ പറയട്ടെ. പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട പരാതി അറിയിച്ചിരിക്കുന്നു KSU എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സെക്രട്ടേറിയറ്റിലെത്തിയാണ് മുഖ്യമന്ത്രിയെ കണ്ടിരിക്കുന്നത്. പ്രതികരണത്തിലേക്ക് ഗവൺമെൻറ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട KSUവിൻ്റെ മുഴുവൻ ആശങ്കകളും കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് ഞങ്ങൾ അറിയിച്ചു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം മാധ്യമങ്ങൾ എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഞങ്ങളുടെ ആശങ്കകൾ, ഞങ്ങളുടെ സങ്കടങ്ങൾ, ഞങ്ങളുടെ പ്രയാസങ്ങൾ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പറയുമെന്നാണ് അന്നും പറഞ്ഞിരുന്നത്. അദ്ദേഹവും ഈ മന്ത്രിസഭയിലെ മുഴുവൻ കോൺഗ്രസുമായി ബന്ധപ്പെട്ട മുഴുവൻ മന്ത്രിമാരും KSUവിലൂടെ കടന്നു വന്ന ആളുകളാണ്. അപ്പോൾ സ്വാഭാവികമായും KSUകാരുടെ വൈകാരികത എല്ലാം അവരിൽ ഇന്നും ജീവിക്കുന്നുണ്ടെന്ന് തന്നെയാണ്, അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഒരിക്കൽ KSU ആയിക്കഴിഞ്ഞാൽ ലൈഫ് ലോങ് അവർ KSU ആണ് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോൾ സർക്കാരിൻ്റെ അടുത്ത് ഇതുമായി ബന്ധപ്പെട്ട ഞങ്ങൾക്കുള്ള ബോധ്യങ്ങൾ, ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഞങ്ങളുടെ അറിവുകൾ മുഴുവൻ ഞങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി തീരുമാനങ്ങളെല്ലാം എടുക്കേണ്ടത് സർക്കാരാണ്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട ഞങ്ങളുടെ മുഴുവൻ കാര്യങ്ങൾ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കണ്ട് ഞങ്ങൾ അറിയിക്കും. ഇതിൻ്റെ തീരുമാനമെടുക്കേണ്ടത്, ഇതിൻ്റെ ഫൈനൽ ഡിസിഷൻ എടുക്കേണ്ടത് സർക്കാരാണ്. പിന്നെ സ്വാഭാവികമായും ഈ വിഷയത്തിൻ്റെ മെറിറ്റുകളെ പറ്റിയല്ല, ഈ കഴിഞ്ഞ 4-5 ദിവസങ്ങളിൽ സാമൂഹ്യ മാധ്യമങ്ങളിലെല്ലാം ഈ വിഷയത്തിൻ്റെ മെറിറ്റുകളെ പറ്റിയല്ല ചർച്ചകൾ ഉണ്ടായതെന്നൊരു പ്രയാസം നമുക്കുണ്ട്. കാരണം ഞങ്ങളവിടെ ഉന്നയിച്ച ഒരു വിഷയത്തിൻ്റെ ഒരു മെറിറ്റും ഡിമെറിറ്റും അവിടെ നിൽക്കുന്നുണ്ട്. അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉണ്ടാകുന്ന പല ചർച്ചകളും എന്ന് പറയുന്നത് ഇതിനെല്ലാം കോൺഗ്രസിൻ്റെ എന്തോ ഇന്നർ പൊളിറ്റിക്സുമായി കണക്ട് ചെയ്തുകൊണ്ട് ഒരു വലിയ രീതിയിലേക്കുള്ള പ്രതിഷേധം കേരളത്തിൻ്റെ സർക്കാരിനെതിരെ KSU ഉന്നയിക്കുന്നു എന്ന തരത്തിലേക്ക്, അത്തരത്തിലേക്കൊന്നും പോകേണ്ട യാതൊരു സാഹചര്യവും ഇതിൽ നിലവിലില്ല. കാരണം ഞാൻ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളെ കണ്ടപ്പോഴും പറഞ്ഞത്, കഴിഞ്ഞ 10 വർഷക്കാലം ഞങ്ങളെല്ലാവരും കൂടി സമരം ചെയ്ത, ചോരയും നീരും വിയർപ്പും ഒഴുക്കിയത് കൊണ്ടും കൂടിയാണ് ഈ സർക്കാർ കേരളത്തിൽ അധികാരത്തിൽ കയറിയത്. അപ്പോൾ ഇത് ഞങ്ങളുടെ കൂടി സർക്കാരാണെന്നാണ് മുഴുവൻ മാധ്യമങ്ങളുടെ മുൻപേയും സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഈ സർക്കാരിനെ ദുർബലപ്പെടുത്തുക എന്ന തരത്തിലേക്ക് പല രീതിയിലേക്കുമുള്ള സാമൂഹ്യ മാധ്യമങ്ങളിൽ നടക്കുന്ന പ്രചാരണങ്ങളെല്ലാം മുഖമില്ലാത്ത കുറേ ആക്ഷേപങ്ങളാണ്. ഞങ്ങൾ പറഞ്ഞു, ഇത് ഞങ്ങളുടെ സർക്കാരാണ്, ഈ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് ഞങ്ങളുടെ മുഖ്യമന്ത്രിയാണ്.
അദ്ദേഹം ഒരു കെ ഇഷ്യൂക്കാരാണ്, കെ ഇഷ്യൂയിലൂടെ കടന്നു വന്ന വ്യക്തിയാണ്. മുഴുവൻ മന്ത്രിമാരും കെ ഇഷ്യൂയിലൂടെ കടന്നു വന്ന ആളുകളാണ്. സ്വാഭാവികമായിട്ടും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ഉന്നയിച്ച മുഴുവൻ കാര്യങ്ങളും സർക്കാരിന് മുൻപിലുണ്ട്. ഞങ്ങളുടെ ആശങ്കകളും പ്രയാസങ്ങളും ഞങ്ങൾ അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞു. അതിൻ്റെ തീരുമാനം എടുക്കേണ്ടത് സർക്കാരാണല്ലോ. സർക്കാർ ഏത് തരത്തിലേക്കുള്ള തീരുമാനമാണ് എടുക്കുന്നത് എന്ന് നമുക്ക് അത് ഫോർകാസ്റ്റ് ചെയ്ത് നമുക്ക് ഒരിക്കലും പറയാൻ സാധിക്കില്ലല്ലോ.